ഹലോ, മാർക്കറ്റില് ഇഷ്ടം പോലെ ലീഫി വെജിറ്റബിൾസ് അവൈലബിൾ ആണ് കേട്ടോ. ഇപ്പൊ വിന്റർ ആയി കഴിഞ്ഞാല് നമ്മുടെ നാട്ടിലത്തെ കൂട്ട് പച്ചക്കറികൾ, വെണ്ടയ്ക്ക, കോവയ്ക്ക അങ്ങനെ സംഭവം ഇവിടെ കിട്ടത്തില്ല. ഇവിടെ കൂടുതലായിട്ടും കിട്ടുന്നത് ഇതുപോലുള്ള ഇത് പാലക്കും ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ വാങ്ങിച്ചിരിക്കുന്നത് ഇതാണ് കേട്ടോ. എന്താണെന്നറിയോ? ഉലുവയുടെ ഇല. നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. എൻ്റെ ഒരു പുതിയ ചാനലാണ്, അപ്പൊ നിങ്ങളുടെ സപ്പോർട്ടാണ് എനിക്ക് ആവശ്യം. അപ്പൊ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. തലേ ദിവസം വൈകുന്നേരത്തെ ചായ കുടിയൊക്കെ കഴിഞ്ഞ സമയത്ത് ഞാൻ വിചാരിച്ചു വാങ്ങിക്കൊണ്ടുവന്ന ഉലുവാച്ചീര അങ്ങ് ക്ലീൻ ചെയ്ത് വെക്കാൻ കേട്ടോ. അപ്പൊ അങ്ങനെ വെറുതെ ഇരുന്ന സമയത്ത് അതങ്ങ് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പണി അങ്ങ് എളുപ്പമാവുമല്ലോ. അപ്പം ആവശ്യമുള്ള സമയത്ത് എടുത്ത് കഴുകി അങ്ങ് ഉപയോഗിച്ചാൽ മാത്രം മതിയല്ലോ. അതുകൊണ്ട് ഞാൻ ഇല പ്രത്യേകമാക്കി അതിന്റെ തണ്ടെന്ന് പ്രത്യേകമാക്കി കേട്ടോ. ഇതിന് കൂടുതലും വേസ്റ്റ് ആയിട്ട് പോകുന്ന തണ്ടാണ് കേട്ടോ. ഇല കുറച്ചേ കിട്ടുള്ളൂ. അങ്ങനെ അതെല്ലാം സെപ്പറേറ്റ് ആക്കി ഇനി അതൊന്ന് എടുത്തങ്ങ് മാറ്റി വെക്കാം കേട്ടോ. ആവശ്യമുള്ള സമയത്ത് നമുക്ക് കഴുകി അങ്ങ് ഉപയോഗിക്കാം. ഇവിടെ ഹിന്ദിക്കാരുടെ ഫുഡാണ് കേട്ടോ ഈ തണുപ്പ് സമയത്ത് ഏറ്റവും നല്ലത്. രാവിലെ അവർ കുറച്ച് ചപ്പാത്തി കഴിച്ചു വെക്കും. അത് കഴിഞ്ഞ ശേഷം കുറച്ച് ഡാൽ എന്തെങ്കിലും വെച്ചിട്ടുണ്ടെങ്കിൽ അവർ രാവിലെ തൊട്ട് വൈകിട്ട് വരെ അത് ഓടിക്കും കേട്ടോ. 1 ലിറ്റർ ഫുൾ ഫാറ്റ് ക്രീമാണ് കേട്ടോ ഇത്. ഫുൾ ഫാറ്റ് ക്രീമിന്റെ 1 ലിറ്റർ പാലും വാങ്ങിയിട്ടുണ്ട്. അങ്ങനെ ഈ പ്രാവശ്യത്തെ പനീർ കറിക്ക് വേണ്ടിയിട്ട് പനീർ ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കാന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ അതിന് വേണ്ടിയിട്ട് 1 ലിറ്റർ പാൽ ഒന്ന് ഒഴിച്ചു കൊടുക്കുകയാണ്. പാൽ നന്നായിട്ട് വെട്ടി തിളപ്പിക്കണം കേട്ടോ. പാല് നന്നായി തിളച്ചതിന് ശേഷം അതിലേക്ക് വിനെഗർ ഒഴിച്ചു കൊടുക്കണം. വിനെഗർ ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ ഒത്തിരി ഇങ്ങനെ ഇളക്കി മറിക്കരുത് കേട്ടോ. ഇങ്ങനെ ഇളക്കി മറിച്ചിട്ടുണ്ടെങ്കിൽ പനീർ നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്ത് അതിങ്ങനെ പൗഡർ പോലെ വരും കേട്ടോ. ഇത് എനിക്ക് ആദ്യം അറിയില്ലായിരുന്നേ. അപ്പം ഇവിടെ താമസിക്കുന്ന ഹിന്ദിക്കാരാണ് കേട്ടോ. അവരാണ് എനിക്ക് പറഞ്ഞു തന്നത് അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന്. വിനെഗർ ഒഴിച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കുക, എന്നിട്ട് അത് വിട്ടേക്കുക കേട്ടോ. അത് തന്നെ ഇരുന്നിട്ട് പാല് പൊട്ടും. എന്നിട്ട് വെള്ളം വേറെ പനീർ വേറെ ആയിട്ട് മാറും കേട്ടോ. അപ്പൊ അങ്ങനെ വലിയ പീസായിട്ടുള്ള പനീർ കിട്ടും. അതിനുശേഷം അതൊന്ന് ഒരു വെള്ള തുണി വെച്ചിട്ട് ഒന്ന് അരിച്ചു മാറ്റിയതിന് ശേഷം നല്ല വെള്ളത്തിൽ, തണുത്ത വെള്ളത്തിൽ 2-3 വട്ടം കഴുകി എടുത്തിട്ടുണ്ടെങ്കിൽ നല്ല ഹെൽത്തി ആയിട്ടുള്ള പനീർ കിട്ടും കേട്ടോ. ഇവിടെ വെളിയിൽ നമുക്ക് പാക്കറ്റിലല്ലാത്ത പനീർ വാങ്ങിക്കാൻ വേണ്ടി കിട്ടും കേട്ടോ. 1/2 കിലോ 130 രൂപയൊക്കെയാണ്. നിങ്ങൾ ന്യൂസിലൊക്കെ കണ്ടോന്നറിയില്ല, നോയിഡയിലൊക്കെ കാണാൻ ഫാക്ടറി പൂട്ടിച്ചിട്ടുണ്ടായിരുന്നു പനീറിന്റെ. അപ്പം അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ പാലല്ലാണ്ട് വേറെ എന്തൊക്കെയോ സാധനങ്ങൾ വെച്ചിട്ടാണ് കേട്ടോ അവർ പനീർ ഉണ്ടാക്കുന്നത്. അപ്പം അത് വാങ്ങിക്കോ, എനിക്കൊരു പേടിയാണ് കേട്ടോ. നമുക്ക് അറിയില്ലല്ലോ എങ്ങനെയാണ് അവർ പനീർ ഉണ്ടാക്കി വരുന്നത്. കാരണം കമ്പനിയും കാര്യങ്ങളൊന്നും അല്ലാത്തത് കൊണ്ടും പിന്നെ ഇവിടെ ഡൽഹി ആയതുകൊണ്ട് എല്ലാ സാധനത്തിനും ഡ്യൂപ്ലിക്കേറ്റ് കിട്ടും കേട്ടോ. അപ്പം അതുകൊണ്ട് എനിക്ക് നല്ല പേടിയാണ് ഇവിടെ വന്നതിന് ശേഷം എന്തെങ്കിലും ഒരു കമ്പനി അല്ലാത്ത സാധനം മേടിക്കാൻ വേണ്ടിയിട്ട്. നമുക്ക് നമ്മളെ പോലെ തന്നെ ഡ്യൂപ്ലിക്കേറ്റ് കിട്ടുന്ന സ്ഥലമാണ് ഡൽഹി. അപ്പൊ പിന്നെ അതിന്റെ കാര്യത്തിന് നമുക്ക് പറയേണ്ട ആവശ്യമില്ലല്ലോ. അങ്ങനെ 2-3 വട്ടം നല്ല തണുത്ത വെള്ളത്തിൽ കഴുകിയതിന് ശേഷം അതിന്റെ മുകളിൽ നല്ലൊരു വെയിറ്റ് വെച്ച് കൊടുക്കുക കേട്ടോ. അങ്ങനെ ആ വെയിറ്റിന്റെ ഇതിൽ അകത്ത് ഇനി വെള്ളം ഉണ്ടെങ്കിൽ പനീറിനകത്തുനിന്ന് അത് ഊർന്ന് പൊക്കോളൂ. അങ്ങനെ ഉച്ചക്കലത്തെ ഫുഡ് ഉണ്ടാക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ നേരെ ടെറസിന്റെ മുകളിലേക്ക് പോയിട്ടോ. അപ്പൊ അവിടെ രാവിലെ തന്നെ ഞാൻ കുറച്ച് തുണിയൊക്കെ വിരിച്ചിട്ടിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് പറക്കിയെടുക്കണമായിരുന്നു. അങ്ങനെ അവിടെ ചെന്നപ്പോൾ എന്താ ചെറിയൊരു വെയിലുണ്ട് കേട്ടോ. വെയിലിന് വലിയ ചൂടൊന്നും ഇല്ലെങ്കിലും ഒരു ഇളം വെയിൽ. പക്ഷെ അതിങ്ങനെ ദേഹത്ത് കൊള്ളുമ്പോൾ ഒരു സുഖമുണ്ടല്ലോ. അത് ശരീരത്തിനും മനസ്സിനും ഒരേപോലെ ഭയങ്കര സുഖമാണ് കേട്ടോ. തണുത്ത് കുറച്ചിരിക്കുന്ന ശരീരത്തിൽ ആ ഒരു ഇളം വെയിൽ. പക്ഷെ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ 4-5 ഫ്ലോർ കയറി മേളിൽ ചെന്നാലേ ഉള്ളൂ കേട്ടോ. റൂമിനകത്ത് ഭയങ്കര തണുപ്പാണ്. പക്ഷെ അതുകൊണ്ട് ഒന്നും ഞാൻ അങ്ങനെ തുണിയൊന്നും കഴിവാറില്ല. തണുപ്പ് തുടങ്ങിയത് പിന്നെ 4-5 നില മേളിൽ കയറാൻ വയ്യാത്തതുകൊണ്ട്. ഈ തണുപ്പ് തുടങ്ങുമ്പോൾ നമ്മൾ മനസ്സിൽ വിചാരിക്കും കേട്ടോ, നമുക്ക് കിട്ടുന്ന ക്വാർട്ടർ അങ്ങ് മേളിലെങ്ങാനും ആയിരുന്നെങ്കിൽ ഈ താഴ്ന്ന മേളി വരെ ഇങ്ങനെ കയറുന്ന കഷ്ടപ്പാട് നമുക്ക് ഒഴിവാക്കാമായിരുന്നു എന്നേ. പക്ഷേ തണുപ്പ് സമയത്ത് 2-3 മാസത്തെ പ്രശ്നമേ ഉള്ളൂ. അത് കഴിയുമ്പോൾ വീണ്ടും ചൂട് മാസം ആവുമല്ലോ. അപ്പം വിചാരിക്കുകയെ വേണ്ട നമുക്ക് താഴെ മതി എന്നുള്ളത്. പക്ഷെ നമ്മൾ ഇഷ്ടത്തിനല്ലല്ലോ ക്വാർട്ടർ കിട്ടുന്നത്. രാവിലെ നമ്മൾ ചെയ്തു വെച്ച പനീർ ഇപ്പൊ ഇവിടെ സന്ധ്യ ആയിട്ടോ, 6 മണി കഴിഞ്ഞ്. അപ്പം ഇരുട്ടാണ് ഇവിടെ, 6 മണി ആയതേ ഉള്ളൂ. ഇത് നമുക്കൊന്ന് എടുത്തു നോക്കാം. അങ്ങനെ നമ്മുടെ പനീർ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പൊ ഇത് എത്ര ഗ്രാം ഉണ്ടാവുന്നതെന്ന് ചോദിച്ചാൽ എനിക്ക് അറിയില്ല കേട്ടോ. 200-250 ഗ്രാം ഉണ്ടാവും എന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ അതങ്ങ് സൈഡിലോട്ട് മാറ്റി വെച്ചു. അപ്പോഴേക്കും ഞാൻ കുറച്ച് പാലക്ക് ഇരുന്നതും ഞാനിന്ന് കഴുകിയെടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് ഉലുവാച്ചീര അതും കഴുകിയെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ ആദ്യമേ നമുക്ക് പാലക്കങ്ങ് കറി വെക്കാം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാനൊരു കടായി അടപ്പത്ത് വെച്ചു. അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി അതൊന്ന് ഇട്ട് കൊടുക്കാം. ഇനി അതൊന്ന് ചുമന്ന് വരുന്ന സമയത്ത് ഞാനൊരു 2 സവാളയാണ് കേട്ടോ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതും കൂടി അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളക്. അപ്പം നമ്മൾ ഇതിനകത്ത് ചുവന്ന മുളക് ചേർക്കുന്നില്ല. അപ്പം എരിവ് എത്ര വേണോ അതിന് പച്ചമുളക് ഇട്ട് കൊടുക്കണം കേട്ടോ. അങ്ങനെ ഇതെല്ലാം കൂടി ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് കളറ് മാറി വന്നാൽ മാത്രം മതി. ഒരുപാട് അങ്ങ് വഴണ്ട് പോകേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. അങ്ങനെ അതൊന്ന് വഴറ്റി വന്നിട്ട് അതിനകത്തേക്ക് നമുക്ക് ഒരു തക്കാളിക്ക് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അതും കൂടി ഇട്ട് കൊടുക്കാം. അങ്ങനെ തക്കാളിക്ക് ഇടുന്ന കൂട്ടത്തിൽ തന്നെ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പം തക്കാളിക്ക് പെട്ടെന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടി പറ്റുവേ. അങ്ങനെ തക്കാളിക്ക് ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് അടച്ചു വെച്ചൊന്ന് വേവിക്കുക കേട്ടോ.
അതങ്ങനെ അടച്ചു വെച്ച് വേവിക്കുന്ന സമയം കൊണ്ട് നമുക്ക് ഒരു ബൗളിനകത്തോട്ട് ഒരു 8-10 കാഷ്യൂനട്ട് ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. അത് ചെറിയ ചൂടുവെള്ളത്തിൽ ഒന്ന് ഇട്ട് വെക്കാം കേട്ടോ. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ കൂടെ ഡയറക്റ്റ് ആയിട്ട് ഇതിനകത്ത് തന്നെ ഇട്ടിട്ട് നിങ്ങൾക്ക് അത് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പം ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ചെയ്യുന്നത് കൊണ്ട് സെപ്പറേറ്റ് ആയിട്ട് കാണിക്കുന്നതേ ഉള്ളൂ. ഞാൻ 1 കിലോ പാലക്കാനായിട്ടാണ് വാങ്ങിക്കൊണ്ട് വന്നത്. അതിൻ്റെ പകുതി ഞാനിപ്പം പാലക്ക് പനീറിന് വേണ്ടിയിട്ട് എടുക്കുകയാണ്. ഞാൻ പലരും ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. പാലൊക്കെ വേറെ സെപ്പറേറ്റ് ആയിട്ട് വെള്ളത്തിലൊക്കെ ഇട്ട് വേവിച്ചിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. പക്ഷെ അതിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല. കളർ പോകുമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അങ്ങനെയൊക്കെ അവർ ചെയ്യുന്നത്. അല്ലാണ്ട് തന്നെ നമ്മൾ ഇങ്ങനെ തന്നെ ചെയ്തിട്ടുണ്ടെങ്കിലും കളറൊന്നും പോകില്ല കേട്ടോ. അപ്പോൾ അതേ നമ്മുടെ തക്കാളിക്ക് ഒന്ന് സോഫ്റ്റായി വന്നിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മല്ലിപ്പൊടിയുടെ ആ പച്ചമുളകൊക്കെ ഒന്ന് മാറി കഴിയുമ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പാലക്ക് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ നല്ല സിമ്മിലിടണം കേട്ടോ. സിമ്മിലിട്ട് വെച്ചിട്ട് അതിൻ്റെ മേലെ ഡക്കൺ വെച്ച് അടച്ചിട്ട് അതൊന്ന് ആവി കയറ്റുക. ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിലും പാലക്കിന്റെ കളർ മാറില്ല കേട്ടോ. നന്നായിട്ട് ആവി കയറി വരുന്നതിന് വരെ നമുക്കതൊന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ. ഞാനിവിടെ ഉലുവയില കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് ഇനി ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കണമേ. അങ്ങനെ അതെ നമ്മൾ കഴുകി നന്നായിട്ട് വെള്ളം തോരാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ ഉലുവ ചീര നമുക്കൊന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഇത് വെച്ചിട്ട് നമുക്ക് മേത്തി പൊറോട്ടയും കൂടി ഉണ്ടാക്കാം. അപ്പൊ ഇന്നത്തെ നമ്മുടെ ഡിഷ് പാലക് പനീർ മേത്തി പൊറോട്ടയാണ് കേട്ടോ. അപ്പോഴേക്കും എന്ത് ചെയ്യും, നമ്മുടെ പാലൊക്കെ നന്നായിട്ട് ആവിയൊക്കെ കയറി ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. അപ്പൊ അത് വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. ഇളക്കി കൊടുത്തിട്ട് ഒന്നുകൂടി ഒന്ന് അടച്ചു വെക്കാം വേവാൻ വേണ്ടിയിട്ട്. അപ്പോഴേക്കും അതിൽ നിന്ന് കുറച്ച് വെള്ളമൊക്കെ ഇറങ്ങിയിട്ട് ഇതേപോലെ അതൊന്ന് വെന്ത് വരട്ടോ. ഇപ്പോഴും ഇതേ പാലക്കിന്റെ ഇലയുടെ കളറൊന്നും മാറിയിട്ടില്ല. ഈ സമയത്ത് നമുക്കൊന്ന് സ്റ്റൗ ഓഫ് ആക്കിയിട കേട്ടോ. എന്നിട്ട് നമുക്കൊന്ന് തണുക്കാൻ വേണ്ടി വെക്കാം. ഞാൻ 2 സവാള എടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ കുറച്ച് വെളുത്തുള്ളി, 2 പീസ് ഇഞ്ചി, പിന്നെ എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളക്. ഇനി പച്ചമുളക് ഇല്ലെങ്കിൽ നമുക്ക് ചില്ലി ഫ്ലെക്സ് വേണമെങ്കിൽ ഇടാം കേട്ടോ. അപ്പം ഞാൻ പച്ചമുളക് എടുത്തേക്കുന്നത്. ഇത്രയും സാധനം എടുത്തിട്ട് നമുക്കൊന്ന് ചോപ്പ് ചെയ്യണം. ചോപ്പറിനകത്ത് വെച്ചിട്ട് ചോപ്പ് ചെയ്യാം കേട്ടോ ആദ്യം. അങ്ങനെ ചോപ്പറിനകത്തോട്ട് സവാളയും പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുക്കട്ടെ. ഇനിയിപ്പോൾ ചോപ്പർ ഇല്ലാന്നുണ്ടെങ്കിൽ നല്ല കുനുകുനാന്ന് അരിഞ്ഞെടുക്കണം കേട്ടോ. ഇല്ലെങ്കിൽ നമുക്ക് ചപ്പാത്തി പോലെ അത് പരത്താൻ എടുക്കാൻ പറ്റില്ല. അപ്പോൾ അതേ ഞാൻ നന്നായിട്ട് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചപ്പാത്തിക്ക് ആവശ്യമായിട്ടുള്ള മാവ് എടുക്കണം കേട്ടോ. നമ്മൾ എന്നും എത്ര മാവാണ് എടുക്കുന്നത് അതേപോലെ മാവ് എടുക്കുക. അതിനകത്തേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ഇത് എല്ലാം കൂടി അതിനകത്തോട്ട് ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ കുറച്ച് അജ്വനും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. അജ്വൻ ഒന്ന് തിരുമ്മി ഒന്നിടണം. അതിനുശേഷം നമ്മൾ മേത്തി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് അതും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. ഇനി ഇതിനകത്ത് കുറച്ച് എണ്ണയും കൂടി ഒഴിച്ചിട്ട് ചെറിയ ചൂടുവെള്ളത്തിൽ ഒന്ന് കുഴച്ചെടുക്കുക. ജസ്റ്റ് ചപ്പാത്തിക്ക് കുഴക്കുന്ന പോലെ തന്നെ കുഴച്ചെടുക്കുക കേട്ടോ. പക്ഷെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്നറിയോ, നമ്മൾ ഉള്ളിയൊക്കെ ഇട്ടത് കൊണ്ട് തന്നെ അതിനകത്ത് ഉപ്പിടുന്ന സമയത്ത് കുറച്ചൊന്ന് വെള്ളം ഇറങ്ങും കേട്ടോ. കുറച്ച് നല്ല ഹാർഡായിട്ട് കുഴച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു 5-10 മിനിറ്റ് കഴിയുന്ന സമയത്ത് അത് എടുക്കുമ്പോൾ അങ്ങനെ ഒരുപാട് ലൂസായിട്ട് ഇരിക്കത്തില്ല കേട്ടോ. അപ്പം എന്തൊന്ന് ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ ആദ്യമേ ഇതെല്ലാം കിട്ടുന്ന ഉപ്പിട്ട് വെച്ചിട്ട് ഒരു 5 മിനിറ്റ് ഇരിക്കുക. അതിനുശേഷം ആട്ട ഇട്ടിട്ട് അതിനകത്ത് പിന്നെ അത് കുഴച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നന്നായിരിക്കും കേട്ടോ. പക്ഷെ എപ്പോഴും ശ്രദ്ധിക്കാനുള്ളതേ ഉള്ളൂ, അത് കുറച്ച് ഹാർഡായിട്ട് ഇരിക്കണം കേട്ടോ ആട്ട. അങ്ങനെ ഇടയ്ക്ക് ഒരു 10-15 മിനിറ്റ് സമയം കിട്ടിയപ്പോൾ ഞാൻ അവനെ ഒന്ന് പഠിപ്പിക്കാൻ പിടിച്ചെടുത്തിട്ട്. സ്കൂളിലെ എക്സാമും കാര്യങ്ങളൊക്കെ നടക്കുകയാണ്. ഒറ്റയ്ക്ക് ഇരുന്ന് പഠിക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ പഠിക്കില്ല. അപ്പോൾ അവൻ്റെ കൂടെ തന്നെ ഇരിക്കണം. അങ്ങനെ അവൻ്റെ കൂടെ നിന്ന് ഇരുന്ന് കുറച്ച് നേരം ഒന്ന് പഠിപ്പിച്ചു. അതിനുശേഷം ഞാൻ വീണ്ടും അടുക്കളയിലേക്ക് കയറിയിട്ടോ. അപ്പം അതേ പാലൊക്കെ നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം അത് നല്ല മഷി പോലെ ഒന്ന് അരച്ചു കൊണ്ടുവരണം കേട്ടോ. ഇതിൻ്റെ കളർ കണ്ട, കളറിനൊന്നും ഒരു വ്യത്യാസം വന്നിട്ടില്ല. ഇനി നമുക്കൊരു കടായി അടപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് അത് അരച്ചുകൊണ്ട് വന്ന് പേസ്റ്റ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ആദ്യം കുറച്ച് കടുവൊക്കെ പൊട്ടിച്ചിട്ട് പിന്നെ പേസ്റ്റ് ഒഴിച്ചു കൊടുത്താലും മതി കേട്ടോ. ഞാൻ അപ്പോൾ ഡയറക്റ്റ് ആയിട്ട് അങ്ങ് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി അതിനകത്തേക്ക് കുറച്ച് കസൂരി മെത്തി ഇട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് ഗരം മസാലയും കൂടി ഇട്ട് കൊടുക്കുക. പിന്നെ നോർത്ത് ഇന്ത്യൻ റെസിപ്പികളുടെ മെയിൻ താരമായിട്ടുള്ള നമ്മുടെ ജീരകം വറുത്ത് പൊടിച്ചത് കേട്ടോ, അതും കൂടി ഇട്ട് കൊടുക്കുക. ജീരകം വറുത്ത് പൊടിച്ചില്ലാത്ത ഒരു കറി അവർക്കില്ല കേട്ടോ. അപ്പം അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിക്കുക. നമ്മുടെ പനീർ നല്ല ക്യൂബായിട്ട് ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ തിളച്ച് വന്നതിലേക്ക് നമുക്ക് അതും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. അതും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് തിളയ്ക്കണം. അതിന് വേണ്ടിയിട്ട് ഒന്ന് അടച്ചു വെക്കാം കേട്ടോ. അപ്പോഴേക്കും നമുക്ക് നമ്മുടെ കശുവണ്ടി ഒന്ന് അരച്ചു കൊണ്ടുവരാം കേട്ടോ. അപ്പൊ കശുവണ്ടി ഒന്ന് അരച്ച് പേസ്റ്റ് ആക്കിയിട്ട് കൊണ്ടുവരാം. അപ്പോഴേക്കും നമ്മുടെ പാലക്കം ഒന്ന് റെഡി ആവേ. അപ്പൊ കശുവണ്ടി അരച്ച് കൊണ്ടുവന്നപ്പോഴേക്കും നമ്മുടെ പാലക്കം ഒന്ന് റെഡിയായി വന്നിട്ടുണ്ട്. അപ്പൊ നമ്മുടെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് അതേ പാലക്കിന്റെ കളറൊന്നും മാറിയിട്ടില്ല. അതിന്റെ മുകളിൽ ഞാൻ ചുമ്മാ ഗാർണിഷിന് ചെയ്ത് കൊടുത്തതാണ് കേട്ടോ. അത് ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, ഞാൻ ചുമ്മാ ഒരിതിന് ചെയ്ത് കൊടുത്തതാണ്. അപ്പൊ അതേ കശുവണ്ടി അരച്ചതും കൂടി ഒഴിച്ചിട്ട് നല്ല സൂപ്പർ ടേസ്റ്റ് ആയിട്ടുള്ള പാലക് പനീർ അങ്ങനെ റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്തത് നമ്മുടെ മേത്തി പൊറോട്ടയാണ് കേട്ടോ. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ ഓൾറെഡി മാവൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി അതൊന്ന് പരത്തി എടുത്തിട്ട് ഒന്ന് ചുട്ടെടുക്കാം കേട്ടോ. ഈ മേത്തിയുടെ സ്ഥാനത്ത് നമുക്ക് നാട്ടിലിപ്പോൾ മേത്തി കിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ മുരിങ്ങയിലയില്ലേ, അത് നല്ലൊരു ഹെൽത്തി റെസിപ്പിയാണ് കേട്ടോ. നല്ലൊരു വെർഷനാണ് മുരിങ്ങയില. അപ്പം അത് വേണമെങ്കിൽ ഇതേപോലെ അരിഞ്ഞിട്ടിട്ട് നമുക്ക് ഇതേപോലെയാണ് ചപ്പാത്തി ആക്കി എടുക്കാം കേട്ടോ. അപ്പം
ഇപ്പൊ പാലക്കിന്റെ കൂടെ മാത്രമല്ല മേത്തി ചിക്കന്റെ കൂടെ ഒക്കെ നല്ല സൂപ്പർ ടേസ്റ്റ് ആണ് കേട്ടോ. മേത്തി പൊറോട്ട എന്നാണ് ഇവർ പറയുന്നത്. മേത്തി പൊറോട്ടയും ചിക്കൻ കറിയും, മേത്തി പൊറോട്ടയും പാലക്കറിയും, ഇനിയിപ്പോ സബ്ജി അല്ലാതെ പച്ചക്കറി വല്ലതും ആണെങ്കിൽ തന്നെ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ. അപ്പൊ അതേ നല്ല ചൂട് മേത്തി പൊറോട്ടയും ഞങ്ങളുടെ പാലക്കറിയാണ് കേട്ടോ ഇന്നത്തെ തണുപ്പിൽ ഞങ്ങളുടെ രാത്രിയിലത്തെ ഡിന്നർ എന്ന് പറയുന്നത്. അപ്പൊ അതെ ഞങ്ങളുടെ ആവശ്യത്തിനുള്ള മേത്തി പൊറോട്ട ഫുള്ള് ഞാനിന്ന് ചുട്ടെടുക്കട്ടെ. അപ്പൊ ചുട്ടെടുത്തിട്ട് നല്ല നെയ്യ് ഒഴിച്ച് ചുട്ടെടുക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് ഉള്ളത്. അപ്പൊ നല്ല ചൂട് മേത്തി പൊറോട്ടയും പാലക്കറി റെഡി ആയിട്ടുണ്ട്. മെത്തി പൊറോട്ട റെഡി ആയിട്ടുണ്ട് കേട്ടോ. മെത്തി പൊറോട്ട എങ്ങനെ എടുക്കുക? ഉലുവച്ചീരയാന്ന് വിചാരിച്ച കയ്പോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. ഹോം മെയ്ഡ് പനീറും നമ്മുടെ മേത്തി പൊറോട്ടയും. അപ്പം ഇത്രയുള്ളൂ ഇന്നത്തെ എൻ്റെ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട കേട്ടോ.